കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ, പരീക്ഷാ പേടി എന്നൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു. ഇപ്പോൾ പൊതുവിൽ അങ്ങനെ ഒരു പേടി ഉണ്ടോ? ഒരു മത്സരബുദ്ധി കുട്ടികളിൽ ഇപ്പോൾ ഉണ്ടോ? അത് മത്സരബുദ്ധിയുള്ള കുട്ടികളും പേടിയുള്ള കുട്ടികളും ഇപ്പോഴും ഉണ്ട്. ആങ്സൈറ്റി എന്നുള്ളത്, എക്സാം റിലേറ്റഡ് ആങ്സൈറ്റി എന്നുള്ളത് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇനിയാണെന്നുണ്ടെങ്കിലും ഈ കോമ്പറ്റീഷൻ ഇത്രയും ടൈറ്റ് ആകുന്നിടത്തോളം കാലം അത് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ചില കുട്ടികൾക്ക് സ്വഭാവേന എന്തും ഏതിനും ചെറിയ കാര്യത്തിനൊക്കെയും ഉത്കണ്ഠാകുലരാകുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും തീർച്ചയായിട്ടും പരീക്ഷ എന്ന് പറയുന്നത് അവർക്കൊരു ഭയം നൽകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ അതിനെ മറികടന്ന് പോകുക എന്നുള്ള നിലയിലാണ് നമ്മൾ അവരെ പഠിപ്പിച്ചെടുക്കേണ്ടതും ട്രെയിനിങ് കൊടുക്കേണ്ടതും. അപ്പോൾ നാളെ എക്സാം തുടങ്ങുന്നു. CBSE കുട്ടികൾക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എക്സാം തുടങ്ങുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ടെൻഷനായിട്ട് തലേദിവസം ഒരുപാട് വായിച്ച് അല്ലെങ്കിൽ പഠിച്ചു തീർന്നില്ല എന്നുള്ള രീതിയിൽ വായിച്ച് ഉറങ്ങാതെ ഇരിക്കുന്നത് ഏറ്റവും തെറ്റായ ഒരു ശീലമാണ്. ഒരു 6-7 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. കാരണം ഉറങ്ങിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പഠിച്ചത് മുഴുവനും തലച്ചോറിൽ അടുക്കിപ്പെറുക്കി വെച്ച് അത് കൺസോൾട്ടേറ്റ് ചെയ്ത് നാളെ അത് ഓർമ്മയുടെ തലത്തിൽ നിന്നും അത് റിട്രീവ് ചെയ്ത് പേപ്പറിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഉറക്കം ആവശ്യമാണ്. അത് തന്നെയല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതായത് പരീക്ഷ എന്ന് പറയുന്ന ആ ഒറ്റ ദിവസം നമ്മൾ എന്ത് എഴുതുന്നോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ വിജയവും തോൽവിയും നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പം ആ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ്. അപ്പൊ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില തയ്യാറെടുപ്പുകളും കുട്ടികൾ എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലഘുവായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുപോലെ തന്നെ പരീക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ഒരു അറിവ് എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതാണെന്നാണ് കുട്ടികൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ അറിവിനെ ഏത് രീതിയിലാണ് പ്രദർശിപ്പിക്കുന്നത്, ഏത് രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു, അതാണ് പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ള അറിവിനെ നമ്മൾ പൊലിപ്പിച്ചു കാണിക്കാനും നമ്മുടെ അറിവില്ലായ്മയെ അത് മറച്ചു പിടിക്കാനുമുള്ള ഒരു പ്രാഗൽഭ്യം കൂടെ കുട്ടികൾ നേടിയെടുക്കണം. അതിനായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം കുട്ടികളെക്കാട്ടിലും മാതാപിതാക്കൾക്കാണല്ലോ. കാരണം നമ്മൾ ഈ ഓൾഡ് സ്കൂളിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഏറ്റവും ടെൻഷൻ ഉണ്ടാവുന്നത് 10ാം ക്ലാസ് ആണ്, ജീവിതത്തിന്റെ ആദ്യ ഒരു ഘട്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു ടെൻഷൻ ഏറ്റവും കൂടുതൽ ഈ മാതാപിതാക്കൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പരീക്ഷാകാലത്ത് അത്തരത്തിൽ സ്ട്രെസ്സുമായി മാതാപിതാക്കളൊക്കെ വരാറുണ്ടോ? ഉറപ്പായിട്ടും വരാറുണ്ട്. കാരണം അവരുടെ ഒരു പ്രതീക്ഷ, നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളുടെ പരീക്ഷ ഇവരുടെ പ്രതീക്ഷയെക്കാട്ടിലും അപ്പുറമാണ് കുട്ടികളുടെ ചില സ്വപ്നങ്ങൾ എന്നുള്ളത്. അപ്പോ ആ സ്വപ്നങ്ങൾക്ക് തടയെടുത്തക്ക രീതിയിൽ പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ബേർഡനാക്കി കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കാതെ, അവർക്ക് സമ്മർദ്ദം കൂട്ടി കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു പക്ഷേ അയലോക്കക്കാരുടെയോ നമ്മുടെ കസിൻസിന്റെയോ നമ്മുടെ കുടുംബാംഗങ്ങളുടെയോ ഒക്കെ കുട്ടികളുടെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്തൊക്കെയും നമ്മുടെ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയുന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെയും പലപ്പോഴും കുട്ടികളെ പിന്നോട്ടടിക്കുന്ന അവസ്ഥയാണ്. അതിലൊക്കെയും മാതാപിതാക്കൾ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യമാവുമ്പോൾ കുട്ടികൾക്ക് ടെൻഷൻ കൂടുകയും സമ്മർദ്ദം കൂടുകയും തൽഫലമായിട്ട് പരീക്ഷ സ്വാഭാവികമായിട്ടും മോശമായി പോകാനുള്ള ഒരു സാധ്യതയും ഉണ്ടല്ലോ. മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത് A+കളാണല്ലോ. ഫുൾ A+ വാങ്ങുക എന്നുള്ളത് ഒരു അഭിമാന പ്രശ്നമായി, പ്രത്യേകിച്ച് സ്കൂളുകൾക്കും കൂടി മുഴുവൻ കുട്ടികളും A+ വാങ്ങിയെന്നൊക്കെ പറയുന്നത് അവർക്കൊരു പരസ്യമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളിൽ പോലും ഇപ്പോൾ അതൊരു അഭിമാന പ്രശ്നമായി മാറുമ്പോൾ ആ ഒരു പ്രഷർ കൂടി കുട്ടികൾക്കും ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ വരുന്നില്ലേ? തീർച്ചയായിട്ടും അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. കാരണം സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും വീടുകളിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് മാതാപിതാക്കൾ വിചാരിക്കണം, തങ്ങളുടെ കുട്ടികളാണ് ഏറ്റവും വിലപ്പെട്ടത്, അല്ലാതെ അവർ കൊണ്ടുവരുന്ന A+ അല്ല. കുട്ടികളുടെ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത്, അവരുടെ ഭാവിയാണ് വിലപ്പെട്ടത്, അല്ലാതെ അവർ കൊണ്ടുവരുന്ന A+ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. ആ ഒരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അവർ A+ന് പ്രാമുഖ്യം കൊടുക്കുന്നത്. അത് തന്നെയല്ല, ഈ പിന്നീട് വളർന്നു കഴിയുമ്പോൾ ഒരു 20 വർഷം കഴിയുമ്പോൾ ഈ A+ന് എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത്? യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. ആ തുടക്കത്തിൽ പറഞ്ഞു നടക്കുമ്പോൾ മേനി പറഞ്ഞു നടക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് മാതാപിതാക്കൾക്കും വേണം, അതോടൊപ്പം തന്നെ കുട്ടികൾക്കും വേണം. അതിന്റെ അർത്ഥം പരീക്ഷയ്ക്ക് ഉഴപ്പിയടിച്ച് പോകണമെന്നല്ല, കാരണം പഠിക്കണ്ട എന്നല്ല. പിന്നെ ചില കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കാലിബർ അവരുടെ ഒരു തലച്ചോറ് അങ്ങനെയാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. എന്നാൽ ചില കുട്ടികൾക്ക് ഇപ്പോൾ മറ്റ് ഇതര കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ ആ ഇതര കാര്യങ്ങളിൽ താല്പര്യമുള്ള കുട്ടികളെ ആ തലത്തിൽ തിരിച്ച് ചാനലൈസ് ചെയ്ത് വിടുകയാണ് അഭികാമ്യം. അല്ലാതെ ഈ A+ എന്നും പറഞ്ഞുകൊണ്ട് പഠിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ആ തരത്തിൽ തലച്ചോറ് ഡിസൈൻഡ് അല്ലാത്ത കുട്ടികളെ അതിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഫോഴ്സ് ചെയ്ത് ഈ ഫുൾ A+ എന്നുള്ള ഒരു ടാർഗറ്റ് ആ രീതിയിൽ കുട്ടികൾക്ക് പ്രഷറൈസ് ചെയ്യാതെ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ തരം കാലിബർ ആണുള്ളത്, ഓരോ തരം വാസനയാണുള്ളത്, അവരുടെ തലച്ചോറ് ആ തരത്തിലാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് ചാനലൈസ് ചെയ്ത് കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് തിരിച്ച് വിടേണ്ട സമയവും അതിക്രമിച്ചിരിക്കുന്നു അത്തരം
പാറ്റേണും നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ സിലബസിൽ കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. ഈ കുട്ടികളെ സംബന്ധിച്ച് മറ്റൊരു വെല്ലുവിളിയാണ് ഈ സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണുകളുടെയൊക്കെ ഉപയോഗം. നമുക്ക് തടുക്കാനാവാത്ത വിധത്തിലാണ് ഈ മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നത്. ഓൺലൈനിലൂടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനും ഉണ്ടാകും ഈ സമയത്തൊക്കെ. പക്ഷെ അതൊരു തടസ്സമായി മാറുന്നുണ്ട്, അതൊരു പ്രശ്നമായി മാറുന്നുണ്ട് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ലഭിക്കാറുണ്ട്. അത് തന്നെയല്ല, സ്കൂളിൽ ഈ കോവിഡിന് ശേഷം ഉരുത്തിരിഞ്ഞ ഒരു പ്രാക്ടീസാണ് ഈ ഓൺലൈൻ വഴി ടീച്ചേഴ്സ് അസൈൻമെന്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് കൊടുക്കുക, പോർഷൻസ് ഷെയർ ചെയ്യുക, തിരിച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻസ് കഴിഞ്ഞ് തിരിച്ചു വിടുക. ഇതൊക്കെയും കോവിഡ് സംഭാവന ചെയ്ത തെറ്റായ ചില മാർഗങ്ങളാണ്, അല്ലെങ്കിൽ പ്രാക്ടീസാണ്. അതൊന്നും ശരിയല്ല. അതൊക്കെ മാറ്റി കൊടുക്കേണ്ട ഒരു സമയവും വന്നിരിക്കുന്നു. കാരണം ഇതൊക്കെയും തന്നെ കുട്ടികളെ വല്ലാതെ ഡിസ്ട്രാക്ട് ചെയ്യുകയും, ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും എന്താണെന്ന് അറിയാനുള്ള ത്വര കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ അവർ കുറച്ചു നേരം അത് ചിലപ്പോൾ നോക്കി നിന്നിരിക്കും, അതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞിരിക്കും. കാരണം അവിടെ പ്രായം അങ്ങനെയാണ്. കൗമാരപ്രായമുള്ള കുട്ടികളാണ് ഈ പരീക്ഷ എഴുതുന്നവർ. അവർക്ക് തീർച്ചയായിട്ടും വരുന്ന ഏത് ഒരു ചെറിയ ശബ്ദം പോലും അവരുടെ ഡിസ്ട്രാക്ഷൻ, അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. അവർ അങ്ങോട്ടേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും ഒക്കെയും വളരെയധികമായിട്ട് അവരുടെ പഠിത്തത്തെ സ്വാധീനിക്കാനും, അല്ലെങ്കിൽ പഠിക്കാൻ ഉള്ള ഒരു സമയം അത് കവർന്നെടുക്കാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയല്ല, ഒട്ടുമിക്ക കുട്ടികൾക്കും ഇപ്പോൾ അതൊരു അഡിക്ഷനായി മാറിയിരിക്കുന്നു. കാരണം എപ്പോഴും ഈ ഫോൺ തന്നെ യൂസ് ചെയ്ത് ഒരു അഡിക്ഷനായിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള കുട്ടികളും കൂടുതൽ സമയം അതിൽ വ്യാപൃതരായിട്ടിരിക്കുന്നതല്ലാതെ അവരുടെ പൊട്ടൻഷ്യൽ ആ പഠനത്തിലേക്ക് തിരിച്ചുവിടുന്നതിനുമുള്ള ഒരു സാഹചര്യമൊക്കെ ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. പേരൻസും അതേപോലെ തന്നെ അവർക്ക് സ്ട്രെസ് കൊടുക്കുന്നു. അത് തന്നെയല്ല, പേരൻസ് തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇത്രയും വരാൻ ഉള്ള ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേരൻസും അതേപോലെ തന്നെ ഇതിലൂടെ പോർഷനൊക്കെ ഷെയർ ചെയ്തിരിക്കുന്ന ടീച്ചേഴ്സും തന്നെയാണ്. അപ്പോൾ അവർക്ക് അഡിക്ഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ വീട്ടിൽ തന്നെ ഒരുക്കി കൊടുത്തിട്ട് അവർ പിന്നെ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുട്ടികളെ മാത്രം ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാറ്റം വരുത്തേണ്ട ഇടങ്ങളിലൊക്കെയും മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമ്മർദ്ദരഹിതമായിട്ടുള്ള പരീക്ഷയെ നേരിടാനായിട്ട് കുട്ടികളെ നമുക്ക് പ്രാപ്തരാക്കി എടുക്കാനായിട്ട് പറ്റും. ശരിയാണ് മാം, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.